വെടിക്കെട്ടുകാരനെ ഉടുക്കുകുട്ടി പേടിപ്പിക്കരുത്, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കരുത്. ഇതൊക്കെ നമ്മൾ നിത്യവും എവിടെയെങ്കിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പഴമൊഴികളാണ്. എന്നാൽ കടലുകൾ കണ്ടവനെ കൈത്തോട് കാട്ടി പേടിപ്പിക്കരുതെന്നാണ് കുമ്പക്കുടി സുധാകരൻ അല്ലെങ്കിൽ കെ സുധാകരൻ്റെ തത്വം. പാർട്ടിയിലെ വാരിക്കുഴികൾ ചാടിക്കിടന്ന സുധാകരൻ KPCC പ്രസിഡന്റിൻ്റെ കസേര വീണ്ടും ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, ആരവങ്ങളോടെ ചുമതലയേൽക്കുകയും ചെയ്തു. വോട്ടെടുപ്പ് കഴിഞ്ഞ് 12 ദിവസത്തിന് ശേഷമാണ് ആ മഹാസംഭവം അരങ്ങേറിയത്, അല്ലാതെ വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ അല്ല. നിങ്ങൾക്കെന്നെ ഇനിയും തിരഞ്ഞിട്ടില്ലേ, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചാടിക്കാൻ ശ്രമം നടന്നോ എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് സുധാകരൻ നൽകിയ മറുപടിയാണ്: ഒരു സീറ്റ് തന്ന് എന്നെ പറഞ്ഞുവിടാൻ നോക്കണ്ട. സുധാകരൻ്റെ പ്രഖ്യാപനം ആരെയൊക്കെ ലക്ഷ്യമിട്ടെന്ന് വ്യക്തമാണ് അതിൽ നിന്ന്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല UDF കൺവീനർ MM ഹസന് കൈമാറിയ സുധാകരൻ വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസം സ്ഥാനം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ കുളിച്ചൊരുങ്ങി പുതിയ ഷർട്ടുമൊക്കെ ഇട്ട് ഇന്ദിരാഭവനിലെത്തിയപ്പോൾ എവിടെ ഒരനക്കവുമില്ല, ചാർജ് കൊടുത്തില്ല. അങ്ങനെ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ലെന്നും വോട്ടെണ്ണൽ കൂടി കഴിയട്ടെ എന്നാണ് പകരം ചുമതലക്കാരനായിരുന്ന ഹസൻ്റെ അഭിപ്രായം. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്ന നിമിഷം ഒഴിയാമെന്ന് ഹസൻ ആണയിട്ടെങ്കിലും സുധാകരൻ മൂക്കുവിടർത്തി അപകടം മണത്തു. ഫലം വരുമ്പോൾ പിന്നെ അതിൻ്റെ പേരിലാവില്ലേ തട്ടൽ ശ്രമം? പിന്നെ അമാന്തിച്ചില്ല, രണ്ടും കൽപ്പിച്ചിറങ്ങി. പിന്നാലെ ഹൈക്കമാൻഡിൻ്റെ പച്ചക്കൊടി. നേരെ പോയി പാർട്ടി കാരണവർ AK ആൻ്റണിയെ മുഖം കാണിച്ച ശേഷം ഇന്ദിരാഭവനിലേക്ക് പാഞ്ഞു വരച്ച് അവിടെ ചെന്നപ്പോൾ പുകിലായി. ചുമതല കൈമാറേണ്ട ഹസൻ അപ്രത്യക്ഷം. പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കാണാനില്ല. ഹസൻ വരേണ്ടിയിരുന്നുവെന്നതും വരാത്തത് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാകാമെന്നും പ്രതികരണങ്ങൾ കേട്ടതൊക്കെ നേരോ. ഇത് സാമ്പിൾ വെടിക്കെട്ട്, വലിയ പൂരത്തിനും വെടിക്കെട്ടിനും ജൂൺ 4 വരെ കാക്കണമെന്ന് അണിയറ വർത്തമാനം. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ചുമതല ഏറ്റെടുക്കൽ വൈകിയതിൻ്റെ കാരണം അന്വേഷിക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ആരാവും മുഖ്യമന്ത്രി എന്നതാണല്ലോ കോൺഗ്രസിലെ ഇപ്പോഴത്തെ കീറാമുട്ടി. കുമ്പക്കുടിയെ ഇപ്പോഴേ വീഴ്ത്താൻ ഫൈമി കാമുകർ ഒരു മുഴ മുമ്പേ എറിഞ്ഞു നോക്കിയതാണത്രേ ചാർജ് കൈമാറ്റം. പണ്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ അവിടെ പരീക്ഷ എഴുതാനെത്തിയ പിണറായി സഖാവിൻ്റെ പ്രത്യേക ആക്ഷൻ നേരിട്ടയാൾ, ഇരട്ടച്ചങ്കനോട് പയറ്റിത്തെളിഞ്ഞ കണ്ണൂർ കോൺഗ്രസിലെ പുപ്പുലി കുമ്പക്കുടിയോടാണോ ഈ കളി? അതങ്ങ് പൂഞ്ഞാറ്റിൽ പറഞ്ഞാൽ മതി, ഇവിടെ ചിലവാകില്ല.